ഹായ് ഫ്രണ്ട്സ്, ബിവിസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ബിവിസ് വേൾഡിനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മാത്രം നിർമ്മിക്കുന്ന ഒരു അടിപൊളി ഹോം ഡെക്കർ പീസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ കളയുന്ന വെറും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഗുളികയുടെ കവർ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ കാണുന്ന വോൾ ഹാങ്ങിങ് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇതേപോലെ വലിയ ഗുളികയുടെ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതും യൂസ് ചെയ്യാം. അപ്പോൾ ചെറിയ ഫ്ലവർ കിട്ടും, അത്രയും വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഈ വലിയ ഗുളികയുടെ കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അതിനെ ആദ്യം ഓരോ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. അതായത് ഓരോ ഗുളികയുടെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കത്രികയ്ക്ക് കുറച്ച് മൂർച്ച കൂടുകയും ചെയ്യും, നമുക്ക് ഇത് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പം ഇതിനെ ഒന്ന് നിവർത്തിയെടുക്കണം അടുത്തതായിട്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് മടക്കുക. അപ്പം ഓരോ പെറ്റൽസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതാ പെറ്റലിൻ്റെ ഷേപ്പിൽ ഓരോ പൂവിൻ്റെ ഇതളുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതാ ഒരു ഇതൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നുള്ള കവർ അടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് പോവുകയാണെങ്കിൽ പോട്ടെ, അതവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതാ ഒന്നാമത്തെ പെറ്റൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഒരുപാട് പെറ്റൽസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. നേരിയ കാർഡ്ബോർഡ്, നോട്ട്ബുക്കിൻ്റെ കവറോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ പെറ്റൽസായിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നാമത്തെ ഇതള് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് കോർണറിലാണ് ഞാൻ അടുത്ത ഇതള് പേസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഫ്ലവർ കിട്ടും. ഇനി അടുത്ത പോയിന്റിൽ ഇതേപോലെ ഒരു ഇതൾ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ അടുത്ത ഇതൾ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക. ഇതേപോലെ റൗണ്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ ഇതളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ അടുത്ത ഇതൾ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഈ ചെറിയൊരു സർക്കിളിന് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്നാമത്തെ ലെയറായിട്ട് ഈ ഗുളികയുടെ കവർ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ വലിയ ഗുളികയുടെ കവർ എടുത്തുകൊണ്ട് നമുക്ക് വലിയ ഫ്ലവേഴ്സ് തന്നെ കിട്ടും. ചെറിയ റൗണ്ടുള്ള ഇതുണ്ടാവും, അല്ലെങ്കിൽ വേറെ കളറിലുള്ള ഗുളികയുടെ കവറുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഒന്നാമത്തെ ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക, ഇതളുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ ഇതിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കണം. 2 ഇതളുടെ ഇടയിലായിട്ട് അടുത്ത ഓരോ ഇതളുകളായിട്ട് ഒട്ടിച്ച് 2 ലെയർ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ ലെയറും ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ കോർണറിലൊന്ന് പ്രസ് ചെയ്ത് ഒരു ഷേപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലത് കുറച്ചുകൂടി ഒന്ന് നിവർത്തിയിട്ടുള്ള ഷേപ്പിംഗ് ആണ്. അവസാനം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് ഫ്ലവറാണ് കൂടുതൽ ഭംഗി അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള തെർമോക്കോൾ ബോളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ചെറിയ പൈസക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ തെർമോക്കോൾ ബോളിനെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് കുറേ ഫ്ലവേഴ്സ്, നിങ്ങളുടെ അടുത്ത് എത്ര ഗുളിക കവറുകളുണ്ട് ആ ഒരു കവറിനൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുക്കാം. നിങ്ങൾ ഇനി മുതൽ ഗുളികയുടെ കവറുകൾ കളയണ്ട, എല്ലാം കളക്ട് ചെയ്ത് വെക്കാം. നമുക്ക് നല്ല അടിപൊളി ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കാം. ഇതാ അടുത്ത ഫ്ലവറും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കണം. ഞാനിതാ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിഷ്ടമുള്ള കളർ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുക. അപ്പോൾ റെഡ് കളർ പെയിൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒന്നാമത്തെ ഫ്ലവറിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളിതിൽ കാണും ഇതിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റൽസിന് ഷേപ്പ് ചെയ്ത് കൊടുത്തത് നിവർത്തി വെച്ച രീതിയിലാണ്, നേരത്തെ പോലെയല്ല. അപ്പോൾ ഇതാണ് കൂടുതൽ ഭംഗി എന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതിനെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. റെഡ് കളറാകുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് നല്ല ഭംഗിയുണ്ടാകും. ഞാനിവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് റെഡ് കളറ് ചൂസ് ചെയ്തത്.
ഓക്കെ, ഒന്നാമത്തെ ഫ്ലവർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എല്ലാ ഫ്ലവേഴ്സിലും പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കുക. ഇവിടെ ഇതാ 6 ഫ്ലവേഴ്സ് ഞാൻ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യെല്ലോ കളർ പെയിൻറ്റ് വെച്ചിട്ട് സെൻറ്ററിലുള്ള തെർമോക്കോൾ ബോളിന് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. റെഡും യെല്ലോവും നല്ലൊരു ഭംഗിയുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ യെല്ലോ കളർ വെച്ചിട്ട് സെൻറ്ററിലൊക്കെ കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്ലവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ലീഫ് വേണം. അപ്പം എൻ്റെ അടുത്ത് ആകെ 4 പീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം 4 ലീഫ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ലീഫിന് വേണ്ടി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ ഏകദേശം ഒരു ഷേപ്പൊക്കെ നമുക്ക് കിട്ടും. നേരത്തെ ചെയ്ത അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതേപോലെ മടക്കുമ്പോൾ കണ്ട ലീഫിൻ്റെ വരകളൊക്കെ നമുക്ക് കിട്ടും. ഇനി അതിന് ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ലീഫിന് ഗ്രീൻ കളറ് പെയിൻറ്റ് കൊടുക്കും. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടാണ് വേണത്. ഞാനിവിടെ മൾട്ടിവുഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയായ മൾട്ടിവുഡിൻ്റെ പീസായിരുന്നു. നിങ്ങൾക്ക് കാർഡ്ബോർഡിൽ വൈറ്റ് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിതാ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു കുറച്ചൊന്ന് ചെരിച്ച രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ മൾട്ടിവുഡിൻ്റെ പീസ് ആയതുകൊണ്ട് നമുക്ക് ഒട്ടിച്ച് എടുക്കേണ്ടത് പെയിൻറ്റ് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കാർഡ്ബോർഡ് വെച്ച് ചെയ്യുക. നമ്മളടുത്ത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഫ്ലവേഴ്സ് ഈ ഒരു പാറ്റേണിൽ നന്നായി ഒട്ടിച്ചെടുക്കുക. ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒട്ടിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഏത് പശയാണെങ്കിലും ഇത് ഒട്ടുന്ന രീതിയിലുള്ള ഏത് പശയും യൂസ് ചെയ്യുക. ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ ഫെവിക്കോള് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചാർജറിൻ്റെ വയറാണ്. നമ്മൾ വെറുതെ കളയുന്ന വയറാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഇത് വേണ്ട ലെങ്ത്തിൽ കട്ട് ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ തണ്ടായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഇവിടെയും ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒട്ടി നമുക്ക് വീഡിയോയിൽ എളുപ്പത്തിൽ കാണിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ ഫെവിക്കോളും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ തണ്ടും ഇതേപോലെ ഒട്ടിച്ച് ഒരു ഫ്ലവർ ബഞ്ചാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ലീഫ് ഒട്ടിച്ച് കൊടുക്കുക. ഇവിടെ 4 ലീഫ് തയ്യാറാക്കേണ്ട പീസ് എൻ്റെ കയ്യിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 4 ലീഫ് മാത്രമാണ് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങളടുത്ത് അവൈലബിളായ അത്രയും ലീഫ് തയ്യാറാക്കി കൊടുക്കുക. ഇനി നമുക്കൊരു റിബൺ ബോ വേണം. അപ്പോൾ റിബൺ ബോ വേണ്ടിയിട്ട് നമുക്ക് ഷൂ ലേസ് കെട്ടുന്നത് പോലെ ഇതൊന്ന് കെട്ടിക്കൊടുക്കുക. റിബൺ എടുത്ത് കെട്ടിക്കൊടുക്കുക. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്യുക. ഇഷ്ടമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഓരോ ടെയിലും ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഓരോ ടെയില് സെൻറ്ററിൽ കൂടി മടക്കുക. അതിനുശേഷം ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ടെയിലും അതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നാമത്തെ ബോ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തുകൊണ്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ പൊസിഷൻ ഒന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ബോ പോരാൻ തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒരു ബോ കൂടി തയ്യാറാക്കി ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നല്ല ഭംഗിയായി നമ്മളെ ഫ്ലവർ ബഞ്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ബോൾ ഹാങ്ങിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. വെറും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.